ഹലോ, ഇന്ന് ഇൻട്രോ പറയാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, ഇത് വിച്ച് മോൻസ് ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഒരു സർപ്രൈസ് പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ സർപ്രൈസ് ആവുമോ നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം 3ാമത്തെ വർഷമാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് സർപ്രൈസ് ആയിട്ട് തന്നെ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് അറിയാം, കാരണം എല്ലാ വർഷം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ സർപ്രൈസ് ഞാനങ്ങനെ പറയുന്നില്ല, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇപ്പോൾ ശരിക്കും പക്ഷേ ബർത്ത്ഡേ നാളെയാണ്, February 9th ആണ് ബർത്ത്ഡേ. നമ്മൾ February 8th ഉച്ചയ്ക്കാണ് ആഘോഷിക്കാൻ പോകുന്നത്. കാരണം മഹേഷേട്ടൻ നട്ടിപ്പോവാം, മഹേഷേട്ടൻ ഇന്ന് വൈകിട്ട് നട്ടിപ്പോവും. അപ്പോൾ മഹേഷേട്ടൻ ഉള്ളപ്പോൾ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് വെച്ചു. അപ്പോൾ നാട്ടിൽ 12 മണി ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ 9-ാം തീയതി ആയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലാണ് ഇത്തവണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ വിച്ചുവിനെ 1 മണിക്കൂർ എത്തിക്കാന്നുള്ള ഡ്യൂട്ടി മഹേഷ് ഏട്ടനാണ് കൊടുത്തേക്കണേ. പിന്നെ ഫുഡും കേക്കും അങ്ങനത്തെ പരിപാടീസൊക്കെ അജിത്ത്, സനു അവരാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടുത്തെ അലങ്കോലപ്പണികൾ ഞാനും പിന്നെ കുറച്ച് മഹേഷേട്ടും ചേച്ചിയൊക്കെ വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ അലങ്കോല പരിപാടീസൊക്കെ ഇവിടെ ചെയ്യും. അങ്ങനെ പിന്നെ February 9th ആക്ച്വലി 2 പ്രത്യേകത ഉണ്ട്. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ February 9th ആണ്, വിച്ചുവിൻ്റെ ബർത്ത്ഡേ February 9th ആണ്. അപ്പോൾ 2 സെലിബ്രേഷനുള്ള ദിവസമാണെന്ന്, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കിവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഒരുമിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കമോൺ. ഇന്നലെ കുറച്ച് ബലൂൺസ് വീർപ്പിച്ചിട്ട് ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കാം. കാണാൻ പറ്റൂ. കുറച്ച് ഇതിനകത്ത് കൊള്ളാവുന്ന അത്രേ നമ്മൾ വീർപ്പിച്ചിട്ടുള്ളൂ എന്നല്ലേ, ബാക്കി ഇന്ന് വീർപ്പിക്കണം. അപ്പൊ ഇതിനൊക്കെ എന്നെടുത്ത് അകത്തേക്ക് വെക്കട്ടെ. ഓക്കെ, ഇത്രയും ബലൂൺസ് നമ്മൾ വീർപ്പിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വീർപ്പിക്കാം. ഇതാണ് നമ്മുടെ ബലൂൺ വീർപ്പിക്കുന്ന മെഷീൻ. ഇതിലാണ് ആ ബലൂൺസ് ഒക്കെ വീർപ്പിക്കുന്നത്. ഇതിൽ ബലൂൺ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. ഇത്ര ഇങ്ങനെ വീർത്ത് വരും. സിമ്പിളാണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റും. വാ, ഇപ്പോഴല്ല കൊണ്ടുവിടണ്ടേ, കേറ്. ഇപ്പോഴല്ല കൊണ്ടുവിടണ്ടേ, ചേട്ടൻ ഇങ്ങോട്ട് വാ, കേറ്.
മിഠായി ഒരു കാർഡും അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരാഴ്ചയായിട്ടുള്ള പ്ലാനിങ്. വാളറ്റാണോ? ആ അപ്പൊ എന്താ സാധനമാണ് മോനെ? 256 GB എന്താ നീ കൊടുത്തേക്കുന്നേ? പറ. 256 GB ഇത്ര വലിയ പെട്ടില്ല. മഷട വലിച്ചു പറിച്ച് കൊടുക്ക. ഓ മറ്റേ സാധനം ഏത്? ഓ അതിന്റെ ഫ്രണ്ടാണ്. മാറ്റി സ്റ്റിക്കർ ഓടിക്കാൻ സമയം കിട്ടിയില്ല. അതൊക്കെ കരയാണോ? ശരിയാക്കാൻ പറ്റിയില്ല. എന്നാ പഴയത് എനിക്കല്ലോ. അത് കാലൊടിച്ച് പോയില്ലടാ. എന്റെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇനി അത് തിരിച്ചു വാങ്ങിച്ചിട്ട് ഫ്ലൈറ്റിൽ പോവാൻ കൊണ്ടുപോവാ. അതെ മെസ്സേജ് നമ്മളതില് വായിച്ചാരെങ്കിലും കാണിക്കാ ഒന്ന് കാണിച്ച്. ആവശ്യമുള്ള സാധനങ്ങളല്ല തരേണ്ടത്. കാണിക്ക തിരിച്ചു കാണിക്ക്. ആ ഇരിക്കാം. ബർത്ത്ഡേയുടെ അന്ന് നമ്മളൊരു ചെറിയ റോഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനും എല്ലാം തലേ ദിവസമാണല്ലോ ചെയ്തത്. അപ്പോൾ ചെറിയ രീതിക്കാണെങ്കിലും ബർത്ത്ഡേ ആണെന്ന് തോന്നുന്ന രീതിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, ഞാനൊരു ബർത്ത്ഡേ നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് റൂമിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, എന്താണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ മതി, അവരത് വെച്ചേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനതൊക്കെ അയച്ചു കൊടുത്തു. നമ്മൾ എന്നിട്ട് റൂമിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. റൂം തുറക്കുമ്പോൾ ഉള്ള ആ ഒരു നോട്ടും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ കണ്ടോ. ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. ഇത് ആക്ച്വലി കൂടുതൽ സർപ്രൈസ് ആയത് എനിക്കായിരുന്നു. കാരണം ഞാനൊരു ബർത്ത്ഡേ നോട്ട് വയ്ക്കാൻ മാത്രം ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ബർത്ത്ഡേ ബാനർ വെച്ചു, ബലൂൺസ് വെച്ചു, ചോക്ലേറ്റ്സ് വെച്ചു,
നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർ കുറേ എഫേർട്സ് ഇടുന്ന കാണുമ്പോൾ അത് നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണല്ലോ. അത് ഞങ്ങൾക്ക് ശരിക്കും കിട്ടി. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ബലൂൺസും കേക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെറിയൊരു മിനി ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ നടത്തി. അപ്പോൾ ഇതായിരുന്നു വിച്ചൂസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഓഫ് 2025. ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മൾ പുറകെ ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.